നമ്മളെവിടെ പോവാ? രാവിലെ 6:30 ഇപ്പം അത് ഫുട്ബോളുകാർ പ്രാക്ടീസിന് നമ്മളും പോകും. നമ്മൾ കോളേജിൻ്റെ ഒരു ഇടവഴിയൊക്കെ കയറി ഒരു ഭയങ്കര സ്ഥലത്ത് കൂടെയൊക്കെയാണ് പ്രാക്ടീസിനാണ്. അപ്പം അത്രയ്ക്ക് തുമ്മൽ. ഗുഡ് മോർണിംഗ് സേതു. ഇപ്പോൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞാൽ പോവാ. ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവർ ഭയങ്കര തല്ലെടുത്ത കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പം 8 മണിയായി. നമുക്കിനി 9 മണിക്ക് ക്ലാസ്സിൽ പോകണം. ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് റെഡിയായി. നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണാം. നമ്മൾ കോളേജിൽ പോവാ. വൈകി 9 മണിയായി. വടംവലി ഉള്ളതുകൊണ്ടാണ് വൈകിയത്. നമുക്ക് കോളേജിലെത്തിയിട്ട് കാണാം. എല്ലാവരും ഇപ്പം കോളേജിൽ പോകണേ ഉള്ളൂ. 9 മണിയായി. പക്ഷേ അവിടെയാണ് ഞങ്ങളുടെ ക്ലാസ്. ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് എന്താ പറയാനുള്ളത്? സ്നേഹയ്ക്ക് എന്താ പറയാനുള്ളത്? സ്നേഹയ്ക്ക് സന്തോഷം. ഇവരൊക്കെ കരയണ വീഡിയോ ഞാൻ എടുക്കാം. ക്ലാസ്സിൽ പോയി വൈഷ്ണവി, ജോസ്ന, റോസ്, ടെസമാരെയൊക്കെ കാണിക്കും. നമുക്കിപ്പോൾ ഡി സിൻ്റെ പീരീഡാണ്. അറ്റൻഡൻസ് കമ്പ്യൂട്ടർ. അപ്പോൾ ഈ പീരീഡ് കഴിഞ്ഞിട്ട് നമുക്ക് വിശേഷമൊക്കെ പറയാം. റോസൊക്കെ ഉണ്ട്. ജോസഫീൻ ഇന്ന് വൈഷ്ണവിക്ക് ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയാനുണ്ട്. ഇന്ന് എന്തോ പരിപാടി. ഇന്ന് പാനൽ ഡിസ്കഷൻ ഉണ്ട്. വുമൺ എൻ്റർപ്രണർഷിപ്പ് ഔട്ട്റീച്ച്. അപ്പോൾ അതിൻ്റെ പാനൽ ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വൈഷ്ണവിൻ്റെ വോട്ട് ഓഫ് താങ്ക്സ് കാണാൻ പോവാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ വെള്ളം നിറയ്ക്കണം. നമ്മളെല്ലാം ഓരോ പീരീഡ് കൂടുമ്പോഴും ഏറ്റവും താഴെ വരെ വന്ന് വെള്ളം കുടിക്കും. എല്ലാവരും ചൂട് കാലത്ത് കുറേ വെള്ളം കുടിക്കണം. നമ്മളുണ്ടല്ലോ 3 കുപ്പി ഒക്കെ വെള്ളം നിറച്ചുകൊണ്ടും പോകും. അങ്ങനെ നമുക്ക് വെള്ളം എടുക്കണത് കണ്ടിട്ട് വൈഷ്ണവിയുടെ വോട്ട് ഓഫ് താങ്ക്സ് ആണ്. എന്താ ജോസ്ന തല്ലുണ്ടാക്കണേ? നമ്മളിപ്പോൾ MBAൻ്റെ ഇവിടെ വന്നിട്ടാണ് വെള്ളം എടുക്കണേ. ആ വെള്ളം നിറയ്ക്കണേ നല്ല വെള്ളമാണ്. ആ മതിലങ്ങനെ ഇരിക്കണതൊന്നും ആരും ശ്രദ്ധിക്കണ്ട. വൈഷ്ണവിക്ക് ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. ഞാൻ ചിരിക്കാം. ഞാൻ തന്നെ നോക്കില്ല. നമുക്ക് കൊളാക്കാം. ലാസ്റ്റത്തെ പരിപാടിയാണ് വൈഷ്ണവി. അവരും അതിനു വേണ്ടി പോവാ. ഇതിപ്പോൾ നമ്മുടെ ഓഫീസിൻ്റെ വഴിയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴാണ് ലാബ്, കമ്പ്യൂട്ടർ ലാബ്, പുതിയതായിട്ട് വരുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട്. ഇതാണ് ഓഫീസ്. അതിൻ്റെ അപ്പുറത്താണ് സെമിനാർ ഹോൾ. ജോസ്നയ്ക്ക് ആരാ പൂ തന്നേ? നിനക്കാരാ പൂ തന്നേ? ഗുഡ് മോർണിംഗ്. നമുക്ക് അവർക്ക് പൂ കൊടുക്കാൻ വേണ്ടി പൂവൊക്കെ തന്നു. വൈഷ്ണവിക്ക് എന്തൊക്കെ പണിയാല്ലേ? റോസിനെ കാണിക്കൂ. വൈഷ്ണവിയുടെ വോട്ട് ഓഫ് താങ്ക്സ് ഒരു 45 മിനിറ്റ് ഡിലേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ മിസ് ഞങ്ങൾക്ക് കറങ്ങി നടന്നോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈഷ്ണവിയുടെ വോട്ട് ഓഫ് താങ്ക്സ് ഉണ്ടാവും. വീഡിയോ ഇടാട്ടോ എല്ലാവരും കാണും. എന്താ പറയാനുള്ള ഡിലേ അതിനെ പറ്റി? ഒരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ ആയിരുന്നു. അവർക്കൊരു ആക്സിഡൻറ്റ് പറ്റി ചെറുതായിട്ട്. അപ്പോൾ അവർ വേറെ വണ്ടി എടുത്തിട്ട് വരാണ്. അപ്പോൾ നമ്മൾ കോപ്പറേറ്റ് ചെയ്യണമല്ലോ. അതെ, ചെയ്യണമല്ലോ. എനിക്കൊരു ഓർഡർ ഉണ്ട്. നമ്മളത് എടുക്കാൻ പോവാം. ഞാനും റോസും കൂടി. ഇപ്പോൾ ഒരു വെയിലത്ത് എല്ലാവരും വെള്ളം കുടിക്കണം. അതെ, എനർജി പോവും നമ്മുടെ. പറഞ്ഞു കിടക്കും. ബാക്കിയൊന്നും എനിക്കറിയാൻ പാടില്ല. ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോളേജിൻ്റെ ഫ്രണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ബസ് ബേക്ക്, അത് സൗത്ത് ബ്ലോക്ക്. അങ്ങോട്ട് പോകുമ്പോൾ നോർത്ത് ബ്ലോക്ക്. പിന്നെ അവിടെ ഗ്രൗണ്ട്. ഇതൊക്കെയാണ് ഒരു കോളേജിൻ്റെ ഒരു ഇത്. ഇതുവരെ കണ്ടില്ല കോളേജ്. എടി ഞാൻ 11:15 നമ്മൾ ജ്യൂസ് കോർണറിലിരിക്കുക.
നമുക്ക് കഴിക്കുന്നില്ല. കാരണം നമുക്കിപ്പോൾ 11:30 ചോറിനാനുള്ളതാണ്. ടെസ്സയുണ്ട്. ടെസ്സ ഫാൻസിനെ വെയിറ്റ് ചെയ്തിരിക്കുക. ടെസ്സേൻ്റെ കഥകളൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കാത്തതെന്നല്ലേ. പിന്നെ ഇനി ജോസ്നയുടെ പ്രത്യേകത എന്താ? ഞാൻ എല്ലാവരെയും പറ്റി ജോസ്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ജോസ്ന, ഞാൻ, വൈഷ്ണവി, ജോസ്നയാണ് ഒരു ബെഞ്ച്. എന്നിട്ട് ജോസ്ന എപ്പോഴും റോസിൻ്റെ അടുത്തോട്ട് പോകും. ആ ഇരിക്കണമെന്നാണ് റോസ്. എന്ത് മോശം? ഒരു മോശമല്ല. ജോസ്നയ്ക്ക് ഞങ്ങളെക്കാളും വലുത് റോസ അല്ലേ? കാരണം സാൻഡ്ര മൈൻഡ് ചെയ്യാറില്ലേ. ഇനി റോസിനെ പറ്റി പറയാം. റോസിന് 4 കൊല്ലം ഒരുമിച്ചിരുന്ന 2 ടെസ്സമാർ. എന്നിട്ട് ഈ കഴിഞ്ഞ ദിവസം ടെസ്സേനെ നോക്കി ജോസ്നാന്ന് വിളിച്ച റോസ്. എന്നിട്ട് ഈ ടെസ്സയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരെ വന്നു. വെറുതെ ചുമ്മാ പറഞ്ഞ സാൻഡ്രനെ കാര്യം വിശ്വസിക്കൂ. ഇനി വൈഷ്ണവി പറയണത് എനിക്ക് അവളോട് സ്നേഹമില്ലാന്ന്. ഈ 4 കൊല്ലം ഒപ്പം നടന്നിട്ട് എനിക്ക് അവളോട് വീഡിയോ നിങ്ങൾ കാണണമായിരുന്നു. എവിടെ വീഡിയോ എടുത്തിട്ടില്ല, ക്ലിക്ക് അങ്ങനെ ഉദ്ദേശിച്ച് ഇവിടെ നടന്നൊരു സംഭവത്തിന്റെ വീഡിയോ എടുത്തിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ഇനി ടെസ്സയ്ക്ക് ഇവിടെ നിന്നും നല്ല ഫാൻസ്, സീനിയേഴ്സാണ് ഫാൻസ്. ഓർമ്മയില്ല, എന്ത് പേരൊക്കെ പറയിപ്പിക്കണം. ഞാൻ മുഖത്ത് നാണം കണ്ടോ? റോസിന് പിന്നെ ക്ലാസ് ഫുൾ ഫാൻസാണ്. ഞാൻ പിന്നെ എവിടെ പോയാലും നീ ഫാൻ ആക്കും. എനിക്ക് ഫാൻസ്. അതെ, ജൂനിയേഴ്സാണ് മെയിൻ ഫാൻസ്. നമുക്കൊന്നും ആരും ചിലവില്ല, റോസിനൊക്കെ എന്നും ചിലവാ. പിന്നെ ടെസ്സയ്ക്ക് മോമോസൊക്കെ മേടിച്ചു കൊടുക്കും ആൾക്കാർ. അപ്പം നമുക്കിന്ന് ഉച്ചയ്ക്ക് ചോറും മീൻകറിയും അവിയലും, ഇതെന്തോ ക്യാബേജും മോരുമാണ് കഴിക്കാൻ. The ice cube and AR kind. And please propose the vote of thanks. On behalf of FISAC, I extend my heartfelt gratitude to all of you for gracing us with the presence of this enriching panel discussion on the crucial topic. നമ്മുടെ പാനൽ ഡിസ്കഷൻ കഴിഞ്ഞു. എൻ്റെ വോട്ട് ഓഫ് താങ്ക്സ് കഴിഞ്ഞു. ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ 2ാമത്തെ ട്രിപ്പ് വെള്ളം എടുക്കാൻ വേണ്ടി വന്നിരിക്കുക. ഇന്ന് ക്ലാസ്സിൽ അധികം കയറാത്തതുകൊണ്ട് നമുക്ക് വെള്ളം എടുക്കൽ 2 അല്ലെങ്കിൽ ഈ സമയത്തേക്കും കുറേ എടുക്കാറ്. എന്താ വൈഷ്ണവി, ഫ്രീ ആയിട്ട് പഞ്ചസാര ഇട്ട് എൻ്റെ സന്തോഷം. പഞ്ചസാര ഇല്ലത്, കല്ലുപ്പ്. 42 absent 43. നിനക്കാണ് ലാസ്റ്റ് ട്യൂട്ടോറിയൽ. റോസ് ക്ലാസ് ടൈമിൽ ഫോൺ യൂസ് ചെയ്യണം. മിസ്സുള്ളപ്പോൾ തന്നെ ജോസിനെയും ഫോൺ. ലാസ്റ്റ് അറ്റൻഡൻസും എടുത്തു കഴിഞ്ഞു. ലാസ്റ്റ് ആയിട്ടുള്ള നോട്ട് എഴുതി. ജോസിനിപ്പോൾ കരയും. വിഷമമുണ്ടോ? വൈഷ്ണവി കരയാൻ റെഡി ആയിട്ട് നിൽക്കുക. ആരെങ്കിലും ഒന്ന് കരഞ്ഞിട്ട് എനിക്കൊന്ന് കരയാൻ. ഞങ്ങളിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യാൻ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ക്യൂഡിന്ന്. അപ്പം നമ്മൾ ഇത്രയാണ് നിലവിൽ, ബാക്കി പറയും. ഇതിനകത്ത് എന്തൊക്കെ അരയ്ക്കാമെന്ന് നമ്മൾ വഴിയെ കാണിക്കാം. എത്ര മണിയാണ് കിട്ടുക ഏകദേശം? ഓക്കെ.
ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ക്യൂഡിന്ന് ഷേക്കൊക്കെ പോലെ. ആളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വാങ്ങാൻ വേണ്ടി പോവാ. ക്ലാസ് കഴിഞ്ഞ് ഇവിടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു. അതൊക്കെ വീഡിയോ വരും കേട്ടോ. വരും. ഇനി ഫുഡ് കഴിക്കണത് കാണിച്ചു തരാം. നമ്മളിവിടെ ഇരുന്നാണ് കഴിക്കാൻ പോകുന്നത്. ചെയ്തത് ചിക്കു ഷേക്ക്. ഇതെന്താ റോസ്? റെഡ് ബ്ലൂ ക്രഷർ. അത് ചിക്കു ഷേക്ക്, പിന്നെ അത് ബ്ലൂ ക്രഷർ, ഇത് ടെൻഡർ ബൂസ്റ്റ്, ഇത് ഗ്രീൻ ആപ്പിൾ ക്രഷർ. ഇനി നമ്മൾ കഴിക്കാനും കൂടി വാങ്ങി. വെജ് സാൻഡ്വിച്ച് വിത്ത് ചീസ്. വൈഷ്ണവി നിങ്ങൾക്ക് എന്താണ് ക്ലാസ് വേണതിനെ പറ്റി പറയാനുള്ള വൈഷ്ണവിക്ക്? വളരെ ഒരു നല്ലൊരു അഭിപ്രായം. അങ്ങനെയല്ല കേട്ടോ ഗൈസ്, എനിക്ക് വിഷമമുണ്ട്, അതുകൊണ്ടാണ് ഫുഡ് കഴിച്ചത്. ആരെങ്കിലും കറിയാൻ വെയിറ്റ് ചെയ്തിരിക്കുകയെന്നാണ് എന്നോട് പറഞ്ഞത്. ജോസിനൊക്കെ എന്താ അഭിപ്രായം? നിങ്ങൾക്കോ? ഇപ്പോഴെങ്കിലും ഒന്ന് വാർന്നെടുക്കും രണ്ടുപേരും. ഇല്ല, അതാണ് ഇങ്ങനെ കഴിക്കണേ ഞാൻ. എടുത്ത വീഡിയോ ഒക്കെ എനിക്ക് തരണേ. നിങ്ങൾക്കോ? പറ. ഇത്രേ ഉള്ളൂ. റോസിനോ? ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞു. ഇനി ഇവരെ ബസ് ബേലോട്ടാക്കാൻ വേണ്ടി പോവാണ്. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ ഇതുവരെ പോവാത്തൊരു സ്ഥലത്ത് കൂടെയാണ് പോണത്. സ്ഥലത്തിൻ്റെ പേരെന്താ? അതെ, ഞങ്ങൾക്ക് ആർക്കും ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ഫോട്ടോ എടുക്കാനും റീൽ എടുക്കാനുമാണ് ഈ സ്ഥലം ഉപയോഗിക്കാറ്. നമ്മളിപ്പം ഇന്ന സ്ഥലമാണിത്. അപ്പം നമുക്ക് കപ്പിൾസ് ഉണ്ടോയെന്ന് നോക്കാം.
ലവേഴ്സ് കോർണറിൻ്റെ തുടക്കം. ഈ കാണുന്നതാണ്. നിർഭാഗ്യവശാൽ ഇവിടെ ലവേഴ്സ് ഉണ്ട്, അത് സാരില്ല, വേണ്ട. ലവേഴ്സ് കോർണറിൽ കൂടെ വരുമ്പോഴാണ് നമ്മളൊരാളെ കണ്ടത്. അതാരാ നമുക്ക് കണ്ടുപിടിക്കാം. അപർണ എന്ന് പറഞ്ഞാൽ എൻ്റെ +1 +2 ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഗൈസ് ഇന്ന് എന്താ +1 +2 ഒക്കെ ഒന്നിച്ച് പഠിച്ച കൊണ്ടോട്ടി എന്ന സാന്ദ്ര ഞങ്ങളുടെ കൊണ്ടോട്ടിയുടെ ലാസ്റ്റ് ക്ലാസ് ആണെന്നാണ് പറയുന്നത്. സോ ഇന്നല്ലേ ലാസ്റ്റ് ക്ലാസ്? ഓക്കെ, അപ്പൊ നാളെ മുതൽ ഇനി ബസ് വേയിലും കാണില്ല, ക്യാൻറ്റീനിൽ കാണില്ല, എങ്ങും കാണില്ല. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ബിടെക്കിൽ എന്റെ കൂട്ടാണ് പോണത്. എനിക്ക് അറിഞ്ഞൂടെ. ഇതുവരെ ലവേഴ്സ് കോർണർ ഉപയോഗിച്ചിട്ടില്ല അല്ലേ? നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ? ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഗൈസ്. അതെ, അതിനകത്തൊരു അസ്വാഭാവികത ഉണ്ട്. നല്ല വിഷമമുണ്ട്. ഒരു ദിവസത്തേക്ക് ആരെങ്കിലും വൈഷ്ണവിയുടെ ഒപ്പം ലവേഴ്സ് കോർണറിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ഇപ്പം മുടിയൊക്കെ വെട്ടി ക്യൂട്ടായിട്ടുണ്ട് കുറച്ച്. എന്താ വൈഷ്ണവി പ്രശ്നം? റോസ് എനിക്ക് കിറ്റ്കാറ്റ് തന്നില്ല, മാത്രം കൊടുത്തു. ഇത്രയും കഴിച്ചിട്ട് ഇനി ഈ കിറ്റ്കാറ്റും കൂടി നിനക്ക് ഒറ്റയ്ക്ക് സാന്ദ്രയുടെ അടുത്ത് തിന്നോളാൻ. അത് ശരിയാണോ? നിങ്ങൾ ആണ്. കാരണം റോസിന് ഞാനുമായിട്ട് അത്രയും ബന്ധമുണ്ട് അല്ലെ? ഇനി എന്നിങ്ങനെ ബസ് ബേയിൽ നിൽക്കുമെന്ന് അറിയില്ല. എന്താ എടുക്കണ്ടേ? ഒന്നും എടുക്കണ്ട. വൈഷ്ണവി ഇപ്പോഴും കലിപ്പില്ല. സാന്ദ്ര എനിക്ക് ഗാലക്സി തരാന്ന് പറഞ്ഞു. അത് വീഡിയോയിൽ ഞാൻ കാണിക്കാം. കുറച്ചുണ്ടാവുള്ളൂ, കുറച്ചുകൂടി ഞാൻ അങ്ങോട്ടേക്ക് എത്ര കാലം വീഡിയോയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അറിയില്ല, പക്ഷെ വിഷമിക്കണ്ട, എങ്ങനെയെങ്കിലും വരും. പ്രേക്ഷകർ എന്ന രീതിയിൽ ഞാൻ എല്ലാ വീഡിയോയും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ടിങ് ബെല്ലും. സോ നമ്മൾ സാൻഡ്രനെ കുറിച്ച് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇന്ന് അവസാനത്തെ ദിവസമാണ്. എനിക്ക് പറയാൻ വാക്കുകൾ ഒതുങ്ങുന്നില്ല, കാരണം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഡാൻസർ തന്നെയാണ് സാൻഡ്ര എന്ന് നമുക്ക് തന്നെ പറയാം. കോപ്പിറൈറ്റ് അടിക്കരുത്, കോപ്പിറൈറ്റ് അടിക്കരുത്. അപ്പോൾ വീഡിയോ അധികം ലെങ്ത് വയ്ക്കാൻ പറ്റാത്തതിനാൽ എന്താ പറയുക, സർവ്വമാണ് സാൻഡ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവ്വമാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. അടിപൊളിയായിട്ട് ചുമ്മാ വീഡിയോ എടുത്തൂടെ? കൈ പിടിച്ചു, റോസിന്റെ കൈ വിട്ടിട്ട്. ഇന്നെന്താ ജോവാൻ പ്രത്യേക വെള്ളം കൊണ്ടുവരാഞ്ഞ? നമ്മളത് വല്ലാണ്ട് മിസ് ചെയ്യും. ടെസ്സൊക്കെ അറിയണതേ. അയ്യോ, ഫെയർവെല്ലിന് റെഡ് സാരി. മേക്കപ്പ് ഒക്കെ ചെയ്ത് കരയാൻ വയ്യ. ആരെങ്കിലും കരഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നേ. ഇല്ല, ഇതാരാന്നറിയോ? ഇങ്ങോട്ട് മുഖം കാണിക്ക്. ഇതാണ് അനന്തകൃഷ്ണൻ, MCLുള്ളത്. എങ്ങനെയാ കോളേജിൽ വന്നേന്ന് പറ. അങ്ങനെയല്ല, എന്റെ യൂട്യൂബ്. പറ, എന്റെ യൂട്യൂബ്. അതെ, ഇത് ഫെബിൻ അല്ലേ, മലയാറ്റൂരെ വീട്. ഇത് എബിൻ, കോഴിക്കോടാണ് വീട്. ഇതിന് വീടൊന്നുമില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നമ്മൾ 6 മണി വരെയൊക്കെ അവിടെ വർത്തമാനം പറഞ്ഞിരുന്നിട്ട് ഇപ്പം ഹോസ്റ്റലിൽ പോവാം അല്ലേ? യെസ്, ബൈ. ഇത്രേ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ.